അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ വാസ്തവവിരുദ്ധമായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ പെന്തക്കോസ്തുകാര് ദൈവവേല എന്നും പറഞ്ഞ് മക്കളെ പഠിപ്പിക്കത്തില്ല. അത് നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ പരമാവധി കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പെന്തക്കോസ്തുകാർ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. കേരളത്തിലായിക്കോട്ടെ പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതലുള്ള ഈ തിരുവല്ല, കുമ്പനാട് ഭാഗങ്ങളിൽ നിന്നൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ പ്രവാസികൾ അങ്ങോട്ട് പോയിരിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക്. അപ്പൊ അതൊക്കെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോർത്ത് ഇന്ത്യയിൽ പോയാലും എവിടെ പോയാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അത് പെന്തക്കോസ്തുകാർ മാത്രമല്ല, എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട എക്സ് സഹോദര, ഇവിടെ വിദ്യാഭ്യാസം ശരിക്കും പകർന്നു കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരല്ലേ? ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും വേർതിരിവുകളില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തത് ക്രൈസ്തവരാണ്. ആ ആശയം തന്നെയാണ് പെന്തക്കോസ്തുകാരും പിന്തുടരുന്നത്. പെന്തക്കോസ്തുകാർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, വിദ്യാഭ്യാസം മനഃപൂർവ്വം കൊടുക്കാത്തവരാണെന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. എല്ലാ സമൂഹങ്ങളിലും പെട്ട എല്ലാവരും, എവിടെയുമുള്ളവർ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.